So it's gone, now we both moved on. Oh, that's la la la. നമുക്ക് ഇന്ന് കുറുകുറെ സ്നാക്സ് വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുട്ടികൾക്കെല്ലാം ഇത് നല്ലോണം ഇഷ്ടമാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തത് പാസ്തയാണ്. ഒരു 3 കപ്പ് പാസ്ത എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പും ഓയിലും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ച 3 കപ്പ് പാസ്ത അതിലിട്ട് കൊടുക്കുക. എന്നിട്ടത് നല്ലോണം വേവിച്ചെടുക്കണം. അപ്പോൾ പാസ്ത വേകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലി വേണം. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ചെറിയ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ മുളക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുത്താൽ നമുക്ക് നല്ല ക്രഷ്ഡ് ചില്ലി റെഡിയായി കിട്ടും. നമ്മൾ വേവാൻ വെച്ച പാസ്ത ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഇനി ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ വെള്ളം കളയണം. എന്നിട്ട് കുറച്ച് പച്ചവെള്ളം കൂടി മുകളിൽ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അതൊരു കുറച്ച് വലിയ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ചൂടൊന്ന് മാറിയതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ, ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് എല്ലാ ഭാഗത്തും നല്ലോണം മിക്സ് ആകുന്നത് വരെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പാസ്ത ഒന്നിങ്ങനെ എടുത്ത് തട്ടി കൊടുക്കുക. അപ്പോൾ അതിൽ കൂടുതലുള്ള പൊടിയെല്ലാം ഒന്ന് താഴേക്ക് പോകും. എന്നിട്ട് അത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ക്രിസ്പി ആയിട്ട് വരുമ്പോൾ ലാസ്റ്റ് കടകടാന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കുക. അപ്പോൾ അത് റെഡിയായി. എന്നിട്ട് നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ പാസ്ത ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇടുമ്പോൾ നല്ല ചൂടുള്ള എണ്ണയിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എന്നിട്ട് കുറച്ച് തീ കുറച്ച് കൊടുക്കണം. എന്നിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. എന്നിട്ട് അത് കോരേണ്ട സമയമാകുമ്പോഴത്തേക്ക് തീ കൂട്ടി കൊടുത്തിട്ട് നമുക്കത് കോരിയെടുക്കണം. അങ്ങനെ നമ്മൾ പാസ്ത മുഴുവനും ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പാസ്തൻ്റെ കുർക്കുറെ ഒരു 4 ഫ്ലേവറിൽ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ബട്ടറിൻ്റെ ഫ്ലേവറാണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു പാനിൽ ഒരു 20-25 ഗ്രാം ബട്ടർ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് വെച്ച 1.25 കപ്പ് പാസ്ത ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടർ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഫ്ലേവർ റെഡിയായി. ഇത് സാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ സാൾട്ട് ചേർത്ത് കൊടുക്കണ്ട. ഇനിയിപ്പോൾ ഉപ്പില്ലാത്തതാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് അത് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്ത ഫ്ലേവർ കൊടുക്കുന്നത് ഇറ്റാലിയൻ ഫ്ലേവറാണ്. അതിന് വേണ്ടിയിട്ട് പാനിൽ ബട്ടർ ഇട്ട് മെൽറ്റ് ചെയ്തെടുത്ത് വെക്കുക. പിന്നെ നമ്മൾ ബൗളിൽ 1.25 കപ്പ് ഫ്രൈ ചെയ്ത പാസ്ത ചേർത്തിട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത ബട്ടർ കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ക്രഷ്ഡ് ചില്ലി അതൊരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് ഒറിഗാനോ 1/4 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് വൈറ്റ് പെപ്പർ പൗഡർ, അതും ഒരു 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിടുമ്പോൾ നമ്മൾ നോക്കണം. നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച മുളകിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബട്ടർ, സാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ അതിന് ഉപ്പുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ഉപ്പ് ചേർത്തിട്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇറ്റാലിയൻ ഫ്ലേവറിലുള്ള കുർക്കുറെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളെ 2 ഫ്ലേവർ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ബട്ടറിൻ്റെ ഫ്ലേവറും പിന്നെ ഇറ്റാലിയൻ ഫ്ലേവറും. അടുത്ത നമ്മൾ റെഡിയാക്കുന്നത് നല്ല സ്പൈസി ആയിട്ടുള്ള ഇന്ത്യൻ ഫ്ലേവറാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1.25 കപ്പ് ഫ്രൈ ചെയ്ത പാസ്ത ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് അതിന് ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ചതും മുളകും പിന്നെ കറിവേപ്പിലയും കൂടിയിട്ട് എണ്ണയിൽ പൊരിച്ചെടുത്തിട്ട് അതും ഇതിലിട്ട് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ചാറ്റ് മസാല കൂടി ചേർത്തിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ നല്ല എരിവുള്ള കുർക്കുറെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇത് നമ്മൾ മക്കൾക്കൊന്നും കൊടുക്കണ്ട, ഇത് നല്ല എരിവുണ്ട്, അപ്പോൾ ഇത് നമുക്ക് തന്നെ കഴിക്കാം. അങ്ങനെ നമ്മൾ 3 ഫ്ലേവറിലുള്ള കുർക്കുറെ പാസ്ത റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ഫ്ലേവർ കൊടുത്തത് വൈറ്റ് സോസിൻ്റെ ഫ്ലേവറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ബട്ടറിൻ്റെ ഫ്ലേവർ കൊടുത്ത ആ പാസ്ത ഈ വൈറ്റ് സോസിൽ മിക്സ് ചെയ്ത് ഈ 4 ഫ്ലേവർ കൊടുത്തതിൽ ഏറ്റവും കൂടുതൽ മക്കൾക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ ലാസ്റ്റ് ചെയ്ത ഈ വൈറ്റ് സോസിൽ മിക്സ് ചെയ്ത ആ കുർക്കുറെ പാസ്ത ഇഷ്ടമായത്. അപ്പോൾ എല്ലാവരും ഇത് കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഈ കുർക്കുറെ ഉണ്ടാക്കുമ്പോൾ നമ്മളെ കയ്യിൽ മക്രോണി ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുന്നത് തന്നെ ഏറ്റവും ബെസ്റ്റ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ മക്രോണി അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നത് എൽബോ പാസ്തേന് ഉണ്ടായത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അത് കുറച്ച് കട്ടി കൂടുതലായിട്ടാണ് തോന്നിയത്. മക്രോണിയിൽ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.